ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നാം പോകുന്നിടത്തെല്ലാം നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോഷുവായുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു വലിയ ദൗത്യം ഭരമേൽപ്പിക്കുന്നതിന് മുമ്പ് ജോഷുവായ്ക്ക് കർത്താവ് നൽകുന്ന കൽപ്പനയും ഉറപ്പുമാണത്. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടരുത്. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ധൈര്യം എന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ദൈവം എന്നോടൊപ്പവും എനിക്ക് മുമ്പേയും നടക്കുന്നുണ്ട് എന്ന ഉറപ്പാണ്. ഭയം ആർക്കാണില്ലാത്തത്? പക്ഷെ ആ ഭയത്തിൻ്റെ മുകളിൽ നമ്മൾ അവലംബിക്കുന്ന ധൈര്യം എൻ്റെ കർത്താവ് മുമ്പിൽ ഉണ്ട് എന്നതാണ്. എല്ലാ ദൈവവിളിയും, എല്ലാ ശുശ്രൂഷയും, എല്ലാ ദൗത്യവും ആരംഭിക്കുന്നത് ഈ ഉറപ്പിൽ നിന്നാണ്. ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. 15 നോമ്പിൻ്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം വാക്കിംഗ് വിത്ത് മേരി, മറിയത്തോടൊപ്പം നടന്ന് ധ്യാനിക്കുന്ന ഈ യാത്രയുടെ നാളുകളിൽ മറിയം ഈ ധൈര്യത്തിൻ്റെ നല്ല ഉദാഹരണമാകും. മറിയത്തിൻ്റെ ജീവിതത്തിൽ പല ആവർത്തി ഇത്തരം ധൈര്യപൂർവമായ നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവളുടെ ശക്തിയും അവളുടെ ധൈര്യവും വരുന്നത് മാനുഷികമായ ആത്മവിശ്വാസത്തിൽ നല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവൾ വയ്ക്കുന്ന പരിപൂർണ ആശ്രയത്വത്തിൽ നിന്നാണ്. എല്ലാ ദിവസവും ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. സേ യെസ്. അത് അതിസ്വാഭാവിക കാര്യങ്ങളിലായിരിക്കണമെന്നില്ല. ചെറിയ കാര്യങ്ങളോട് നീ പറയുന്ന യെസ് നിന്റെ ധൈര്യവും നിന്റെ ട്രസ്റ്റ് ദൈവത്തിലുള്ള ആശ്രയവുമായി മാറും. ക്ഷമിക്കാൻ നീ ധൈര്യപ്പെടുമ്പോൾ
വെൻ യു സേ യെസ് ടു ഫോർഗിവ്നെസ്, നിന്നെ ദ്രോഹിച്ച ഒരാളോട് നീ ക്ഷമിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. ശുശ്രൂഷിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ, വിശ്വസ്തതയിൽ തുടരുമ്പോൾ, യു ആർ സെയിങ് യെസ് ടു ലോർഡ് ഇൻ സ്മോൾ വേസ്. ഗ്രേറ്റ് ഹോളിനെസ് ബിഗിൻസ് വിത്ത് സ്മോൾ ആക്ട്സ് ഓഫ് കറേജ്. വലിയ വിശുദ്ധി ആരംഭിക്കുന്നത് ചെറിയ ധൈര്യപൂർവമായ പ്രവർത്തികളിലൂടെയാണെന്ന് ഓർക്കണേ. ധൈര്യം വിശുദ്ധിയുടെ ലക്ഷണമാണ്. ഇന്ന് ഈ ദിവസം ധൈര്യപൂർവം ഒരു തീരുമാനമെടുക്കാൻ, ഒരു വാക്കു പറയാൻ, അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, ആ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ തിരുഹിതത്തോട് യെസ് എന്ന് പറയാൻ മാത്രം ധൈര്യം എനിക്ക് പകരണമേ. മറിയത്തിൻ്റെ മാതൃകയിലൂടെ എൻ്റെ മുമ്പേ നടക്കുന്ന നിന്നെ പൂർണ്ണമായും ആശ്രയിക്കാൻ ഞാൻ പഠിക്കട്ടെ. നിന്റെ കൃപ എന്നെ എപ്പോഴും അനുധാവനം ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.